എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ പെട്ടെന്ന് ഒരു സാമ്പാർ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതിന് നമുക്ക് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഉള്ളിയും തക്കാളിയും അരിഞ്ഞിട്ടില്ല. നമുക്ക് നന്നായിട്ട് കഴുകിയ ശേഷം ഉള്ളിയും തക്കാളിയും അരിഞ്ഞ് ചേർക്കാം. ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് അത് മാറ്റി വെച്ചിട്ട് പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ശകലം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശകലം കായം ഇട്ട് കൊടുക്കാം. കായം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2-3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് കുക്കറിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും തക്കാളിക്കയും ഇട്ട് കൊടുക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കാതെ നമുക്ക് കടുക് വറുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ശകല എണ്ണ ഒഴിച്ച ശേഷം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് വറുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മല്ലിയില അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.